കരിയറിന്റെ അത്യുന്നതയിൽ നിൽക്കുമ്പോൾ വിരമിക്കുക. അത് ആരാധകരുടെ മനസ്സിൽ ഒരു നിത്യമായ വിടവായി അവശേഷിക്കണം. മടങ്ങി വരവിനെക്കുറിച്ചല്ല, മറിച്ച് ആ അഭാവത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഒരു പ്രതിഭയുടെ യഥാർത്ഥ വിജയമെന്ന് ടോണി ക്രൂസ് കരുതിയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ആ വസന്തകാലത്തിൽ കാൽപന്തിന്റെ വസന്തം കൊടുത്തും വിധം അയാൾ അങ്ങനെ പ്രഖ്യാപിക്കുമായിരുന്നു. റയലിന്റെ തൂവള്ളക്കുപ്പായത്തിൽ 22 മേജർ ട്രോഫികൾ കരങ്ങളിൽ ഉയർത്തി അയാൾ പടിയിറങ്ങിയപ്പോൾ അത് യാഥാർത്ഥ്യമാകരുതെന്ന് കരുതാത്തവർ ആരാണ്? ഓരോ മത്സരങ്ങളിലും അയാളുടെ അഭാവം കാണാമായിരുന്നു. ക്രൂസ് പടിയിറങ്ങിയതിൽ പിന്നെ ആ പൊസിഷൻ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാളും ആ സ്ഥാനത്ത് നിലയുറപ്പിച്ചില്ല എന്നത് നഗ്നസത്യമാണ്. വീണ്ടും തിരികെ വരണമെന്ന് ഫുട്ബോൾ ലോകം ആഗ്രഹിച്ചതും പറഞ്ഞതുമാണ്. അയാളുടെ മനസ്സിലും അത്തരമൊരു മോഹം മൊട്ടിട്ടു കാണും എന്നതിലും സംശയമില്ല. ടോണി ക്രൂസ് റയൽ മാഡ്രിഡിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്തയേക്കാൾ ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷം പകരുന്നത് മറ്റെന്താണ്? പുറത്തുവരുന്ന സ്റ്റേറ്റ്മെന്റുകൾ യാഥാർത്ഥ്യമാണെങ്കിൽ അയാൾ പച്ചപ്പട്ടന് മീതെ പന്താടാനല്ല വരുന്നത്. പിന്നെ ഈ തിരിച്ചുവരവിന്റെ ഉദ്ദേശം എന്തായിരിക്കും? നമുക്ക് പരിശോധിക്കാം. പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഏകദേശം 2 വർഷം പിന്നിടുമ്പോൾ ജർമ്മൻ ഇതിഹാസം ടോണി ക്രൂസ് തന്റെ പ്രിയപ്പെട്ട ക്ലബ്ബായ റയൽ മാഡ്രിഡിലേക്ക് വീണ്ടും മടങ്ങിയെത്തുകയാണ്. ഇത്തവണ മൈതാനത്തെ മധ്യനിര നിയന്ത്രിക്കാനല്ല, മറിച്ച് ക്ലബിന്റെ ഭരണപരമായോ സാങ്കേതികപരമായോ ഉള്ള പുതിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാണ് അദ്ദേഹം തയ്യാറെടുക്കുന്നത്. ക്രൂസ് ക്ലബ്ബ് വിട്ടതിനു ശേഷം അദ്ദേഹത്തിന് അനുയോജ്യമായൊരു പകരക്കാരനെ കണ്ടെത്താൻ റയൽ മാഡ്രിഡ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിരമിച്ചതിനു ശേഷവും മാഡ്രിഡിൽ തന്നെ താമസം തുടരുന്ന ക്രൂസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായ താൽപര്യങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. സ്പാനിഷ് മാധ്യമമായ ഡയറിയോ എസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കളിക്കാരനല്ലാത്ത മറ്റൊരു പദവിയിൽ സാന്റിയാഗോ ബെർണാബുവിലേക്ക് മടങ്ങിയെത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം ക്ലബ് ഓഫീഷ്യലുമായി ചർച്ചകൾ നടത്തിവരികയാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ കൃത്യമായ ചുമതല എന്തായിരിക്കുമെന്ന് ക്ലബ് ഓഫീഷ്യലായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും സ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിർണായകമായ ഒരു സ്ഥാനം അദ്ദേഹം വഹിക്കുമെന്ന് ഉറപ്പു തന്നെയാണ്. വിരമിച്ചതിനു ശേഷം ക്രൂസ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് യൂത്ത് കോച്ചിങ്ങിലായിരുന്നു. അതിനാൽ തന്നെ റയൽ മാഡ്രിഡിന്റെ യുവതലമുറയെ വാർത്തെടുക്കുന്ന പരിശീലക വേഷത്തിൽ അദ്ദേഹത്തെ കാണാൻ സാധ്യതയുണ്ട്. മറ്റൊരു സാധ്യത ക്ലബിന്റെ ട്രാൻസ്ഫർ പോളിസികളിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുക എന്നതാണ്. കഴിഞ്ഞ 12 മാസമായി പുതിയ താരങ്ങളെ കണ്ടെത്തുന്നതിലും കരാറുകളിൽ ഏർപ്പെടുന്നതിലും അദ്ദേഹം ക്ലബിനെ സഹായിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസുമായി ക്രൂസിനുള്ള ഊഷ്മളമായ ബന്ധമാണ് ഈ മടങ്ങിവരവിന് പിന്നിലെ പ്രധാന കാരണം. തന്റെ വിശ്വസ്തനായ മുൻ താരം ക്ലബിന്റെ ഭാഗമായി തുടരണമെന്ന പെരസിന്റെ ആഗ്രഹം ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് കരുതപ്പെടുന്നു. ഇതിനായുള്ള കരാറുകളിൽ ഉടൻ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മധ്യനിരയിലെ ക്രൂസിന്റെ അഭാവം കഴിഞ്ഞ 2 സീസണുകളിൽ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിടവായിരുന്നു. അദ്ദേഹം വീണ്ടും ബൂട്ട് കെട്ടണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സാങ്കേതിക സമിതിയുടെ ഭാഗമായുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെ അവർ വലിയ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. കളിക്കളത്തിലില്ലെങ്കിലും ക്രൂസിന്റെ സാന്നിധ്യം ടീമിന് വലിയ ഊർജം നൽകുമെന്നുറപ്പാണ്. ടോണി ക്രൂസിന്റെ മടങ്ങിവരവ് റയൽ മാഡ്രിഡിന്റെ ഭാവി പദ്ധതികൾക്ക് കരുത്തു പകരും. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പുതിയ റോളിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.